പുനഃസംഘടനയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. ശബരിമല വിശ്വാസ സംരക്ഷണ പദയാത്രയിൽ ജാഥ ക്യാപ്റ്റനായ കെ മുരളീധരൻ പങ്കെടുക്കില്ല എന്ന് നേരത്തെ അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ അത് വിവാദമായ ഒരു പശ്ചാത്തലത്തിൽ ഒരു പുനഃപരിശോധന ഇക്കാര്യത്തിൽ വരുന്നു എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അതേസമയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുമ്മൻ അടക്കമുള്ളവർ കടുത്ത അമർഷം രേഖപ്പെടുത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കെ മുരളീധരനൊക്കെ തന്നെ പിന്നാലെ ഈ വിഷയമൊക്കെ തന്നെ വി ഡി സതീശനോട്, പ്രതിപക്ഷ നേതാവിനോട് മാധ്യമപ്രവർത്തകർ ഈ അതിർത്തി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ കടുത്ത ഭാഷയിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു വി ഡി സതീശൻ. വി ഡി സതീശന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. അതൊന്നുമല്ല, അദ്ദേഹം ഗുരുവായൂർ 1-ാം തീയതിയായിട്ട് സന്ദർശനത്തിന് പോയതാണ്. ഇന്നിപ്പോൾ രാവിലെ ജാഥയൊന്നും ഇല്ല. പിന്നെ അദ്ദേഹം ഗുരുവായൂർ എല്ലാ 1-ാം തീയതിയും പോകുന്ന ആളാണ് അദ്ദേഹം പോകുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ വേറെ വാർത്തയെന്ന്, എന്തെല്ലാം കാര്യങ്ങൾ രാജ്യത്ത് എന്തെന്ന്, നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട, ഇത്രയും ചോദ്യം. അതൊന്നും ഈ ചോദ്യമൊന്നും എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിൻ്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചുകൊണ്ട് കോൺഗ്രസ്സിൽ എല്ലാവരും ഉണ്ട്, ഇതൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും അല്ല. അതൊന്നും എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട. ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞല്ലോ. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരുപ്പിച്ച് കോൺഗ്രസ്സിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ്. അത് വേണ്ട, എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. വേറെ വല്ലതുണ്ടെങ്കിൽ പറയും. വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ. ഈ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല. ഞാൻ നിങ്ങളെ കാണുന്നില്ല. അങ്ങനെ കടുത്ത ഭാഷയിൽ പൊട്ടിത്തെറിക്കുമ്പോൾ എന്താണ് കോൺഗ്രസിൽ ഈ പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വിലയിരുത്തലിലേക്ക് പോയി കഴിഞ്ഞാൽ അമൽ തേനംപറമ്പിൽ എന്നോടൊപ്പം ചേരുകയാണ്. അമൽ, കോൺഗ്രസിൽ ഒരു പക്ഷേ ഇതൊരു പുതുമയുള്ള കാര്യമല്ല, പക്ഷേ ജംബോ കമ്മിറ്റിയും പുതുമയുള്ള കാര്യമല്ല. എത്രയോ വർഷങ്ങളായി അമൽ ഈ കോൺഗ്രസ് ബീറ്റ് കൈകാര്യം ചെയ്ത ആളെന്ന നിലയിൽ, കാരണം ഇപ്പോൾ വരുന്ന ഈ 56 ജനറൽ സെക്രട്ടറിമാർ എന്ന് പറയുന്നത് അല്പം കടന്നുപോയ കാര്യമാണോ? 13 വൈസ് പ്രസിഡന്റുമാർ, 12 പേര്, പിന്നീട് 6 പേര് രാഷ്ട്രീയ സംഘടനാ കാര്യത്തിലേക്ക് വരികയും കൂടി രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് വരികയും ചെയ്യുന്നു. ഇപ്പോൾ ഈ അമർഷങ്ങൾ വരുന്നത് അതിൽ പുതുമയുണ്ടോ? മുരളീധരൻ്റെ ഒരു പ്രതികരണമായിട്ട് നമുക്ക് പരസ്യമായി ലഭ്യമല്ല. ചാണ്ടിയുമ്മൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. എന്താണ് കോൺഗ്രസിൽ ഇത് ഈ പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള പ്രതികരണങ്ങളെ നമ്മൾ വായിക്കേണ്ടത്? പട്ടിക വലുതായി പോയിട്ടുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പുതുമയുള്ള കാര്യമല്ല. ഈ പട്ടിക പരിശോധിക്കുമ്പോൾ KPCCക്ക് ഒരു അധ്യക്ഷനേ ഉള്ളൂ, അതുമാത്രം ഒന്നാണ്. ബാക്കി 3 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്. PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, 3 വർക്കിംഗ് പ്രസിഡന്റുമാർ. അതിനുശേഷം വൈസ് പ്രസിഡന്റുമാരുടെ നീണ്ട നിര. വൈസ് പ്രസിഡന്റുമാരുടെ പരിഗണന പോലും ഇല്ലാത്ത മറ്റൊരു സമിതിയുണ്ട്, അത് രാഷ്ട്രീയകാര്യ സമിതിയാണ്. രാഷ്ട്രീയകാര്യ സമിതി തുടങ്ങിയപ്പോൾ വളരെ പ്രധാനപ്പെട്ട 3, 4, 5 നേതാക്കന്മാരെ മാത്രം ഉൾപ്പെടുത്തി. പിന്നീട് അത് 8 ആയി, പിന്നീട് അത് 12 ആയി. അങ്ങനെയായിരുന്നു പട്ടിക. ഇതിപ്പോൾ KPCC ജനറൽ സെക്രട്ടറിമാരുടെ പട്ടിക 59ആണ്, 58. അതിനുശേഷം ഒരു പേര് കൂടി കൂട്ടിച്ചേർത്തു. അങ്ങനെ 59 പേരുടെ പേര് ജനറൽ സെക്രട്ടറിമാരുടെ പട്ടിക കിടക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി എന്ന് പറയുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ 39 പേരുണ്ട്. ഇനി സെക്രട്ടറിമാർ വരാനിരിക്കുകയാണ്. സെക്രട്ടറിമാർ കൂടി വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു ഹോളിൽ പരിപാടി നടത്തേണ്ടി വരും, അല്ലെങ്കിൽ പുത്തിരിക്കണ്ടം മൈതാനം പോലെ പരിപാടി സ്ഥലത്ത്. അതായത് ഇപ്പൊ എന്റെ ജില്ല കൊല്ലം ജില്ലയാണ്. അമൽ, അവിടെ തന്നെ ഇപ്പൊ എനിക്കൊന്ന് 4-5 KPCC ജനറൽ സെക്രട്ടറിമാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ഓരോ ജില്ലയിൽ നോക്കി കഴിഞ്ഞാൽ വഴി തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് KPCC ജനറൽ സെക്രട്ടറിമാർ. ഈ സെക്രട്ടറിമാരുടെ കൂടി വരികയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ കാര്യങ്ങളിൽ ആ ലിസ്റ്റ് അമൽ നമ്മളെല്ലാം കണ്ടതാണ്. അതിൽ പറഞ്ഞ MLA മാർ, ജനപ്രതിനിധിയായ ആളുകൾ പോലും ഈ പട്ടികയിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മളൊരു തിരഞ്ഞെടുപ്പ് വർഷത്തെ നേരിടാൻ പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം എണ്ണയിട്ട യന്ത്രം പോലെ ഈ വർഷം, ഈ 2025-26 പോകേണ്ട ഒരു സമയമാണ്. അപ്പോൾ കാര്യപ്രാപ്തിയുള്ള ആളുകൾ പട്ടികയിലേക്ക് ഇടം നൽകണം. വെറുതെ നമ്മൾ പറയത്തില്ലേ, പെട്ടി തൂക്കുന്ന ആളുകൾ പണ്ടൊക്കെ പറയുമല്ലോ, ആ രീതിയിലേക്കുള്ള പഴയ രീതി സിസ്റ്റത്തിലേക്ക് എന്തായാലും മാറാൻ കഴിയില്ല. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ തരത്തിലുമുള്ള പ്രാതിനിധ്യം കൂടി പരിഗണിച്ചുകൊണ്ട് കാര്യപ്രാപ്തിയുള്ള ആളുകളാണോ ഈ പട്ടികയിലേക്ക് വരുന്നത്? അതായത് പ്രജീഷ, ഈ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് പുതിയതായി ഉൾപ്പെടുത്തിയ ആളുകളുടെ കാര്യം പരിശോധിച്ചാലും വൈസ് പ്രസിഡന്റുമാരുടെ കാര്യം പരിശോധിച്ചാലും അതൊക്കെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞ ആളുകളെയൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ജനറൽ സെക്രട്ടറിമാരുടെ പട്ടിക നോക്കുമ്പോൾ എന്താ പറയുന്ന ഒരിക്കലും പരിഗണിക്കപ്പെട്ടില്ല എന്ന് കരുതിയ പേരുകൾ പോലും അതിനകത്ത് പരിഗണിക്കപ്പെട്ട് പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്രട്ടറിമാർ കൂടി വരാനിരിക്കുകയാണ്. അപ്പോഴാണ് ശരിക്കുമുള്ള പ്രശ്നം നടക്കാൻ പോകുന്നത്. ഇതൊന്നുമല്ല, KPCC പുനഃസംഘടന എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ജില്ലയിൽ കോൺഗ്രസ് ഉണ്ടാകുക എന്നുള്ളതാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ 10 ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റണം എന്നൊരു തീരുമാനം എടുത്തിട്ട് ഇപ്പോൾ നാളുകൾ എത്ര കഴിഞ്ഞു പോയിരുന്നു. ഈ പട്ടിക വന്നപ്പോൾ പോലും DCC പ്രസിഡന്റുമാരുടെ പട്ടിക വെക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് ഇപ്പോഴും താൽക്കാലിക പ്രസിഡന്റായിട്ട് ശക്തൻ തുടരുകയാണ്. അതോടൊപ്പം തന്നെ മാറാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് DCC പ്രസിഡന്റുമാരുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഉള്ള പ്രശ്നം എന്താണ്?
കെ മുരളീധരൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കെ മുരളീധരൻ പറഞ്ഞ പേര് പട്ടികയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. കെ മുരളീധരനെ പോലെ മുൻ KPCC അധ്യക്ഷനായ മന്ത്രിയായ വളരെ പ്രധാനപ്പെട്ട മുതിർന്ന ഒരു നേതാവ്, രാഷ്ട്രീയകാര്യ സമിതി അംഗമായ ഒരു നേതാവ് പറഞ്ഞ ഒരു പേര് ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഈ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും മുരളീധരൻ അതൃപ്തി പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല. ഹാരിസ് എന്ന് പറയുന്ന കോതമംഗലത്ത് നിന്നുള്ള ഒരാളുടെ പേരാണ് കെ മുരളീധരൻ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ പട്ടികയുടെ പരിസരത്തെങ്ങും അങ്ങനെ ഒരു പേര് കണ്ടില്ല എന്നുള്ളതാണ് മുരളീധരനെ ചൊടിപ്പിച്ചത്. പക്ഷേ മുരളീധരൻ്റെ ഈ വാർത്ത വന്നതിന് ശേഷം ഞാനൊരു ഒരു 3-4 മിനിറ്റ് മുമ്പ് സംസാരിച്ചിരുന്നു. അതായത് ഇവിടേക്ക് എത്തില്ല, ചെങ്ങന്നൂരത്തെ പരിപാടിക്ക് വരില്ല എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ പക്ഷേ ഇങ്ങനെ വാർത്ത വന്നൊരു വേണ്ട ഒരു കലാപത്തിന് നിൽക്കുന്നില്ല, തെരഞ്ഞെടുപ്പിക്കല്ലേ എന്നുള്ള നിലയ്ക്ക് പരിപാടിക്ക് ചെങ്ങന്നൂരിലേക്ക് കെ മുരളീധരൻ ഗുരുവായൂരിൽ പുറപ്പെട്ടു. 7 മണിയോടെ അവിടെ എത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ചാണ്ടിയുടെ കാര്യവും ഇത് തന്നെയാണ്. ചാണ്ടി എ ഗ്രൂപ്പ് എന്നുള്ള ഒരു സംവിധാനം ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ചിഹ്ന ഭിന്നമായാണ് കിടക്കുന്നത്. പല എ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ചിഹ്നിച്ചേറി കിടക്കുന്നു. ചാണ്ടി പറഞ്ഞ പേരുകളും ഈ പട്ടികയിലേക്ക് എത്തിയിട്ടില്ല. ചാണ്ടിക്ക് വേണ്ടത് പ്രാധാന്യം ലഭിച്ചിട്ടില്ല. മാത്രമല്ല മാത്യു കുഴൽനാടൻ, ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ആളുകൾ ഈ പട്ടികയിലേക്ക് വരുമ്പോൾ ചാണ്ടിയുടെ പേര് വെച്ചിട്ടില്ല. ചാണ്ടിക്ക് പോലും ചാണ്ടി ഇപ്പോൾ വന്ന ഒരു യുവ നേതാവാണ്. ആ യുവ നേതാവ് പോലും ആളുകളെ പ്രപ്പോസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ അന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ഓരോരുത്തരും പറയുന്നവർക്കെല്ലാം ഒരു ബർത്ത് കൊടുക്കുമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് ചാണ്ടിയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകളുടെ കാര്യം പരിഗണിക്കുന്നത് പോലെയാണോ? ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പാണ്, ആദ്യമായി നടക്കുന്ന ഒരു പുനഃസംഘടനയാണ്. ആ പുനഃസംഘടനയിൽ ചാണ്ടിയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റൊരുപാട് MLA-മാരുടെയും MP-മാരുടെയും പേരുകളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ ചാണ്ടി മാത്രം ആ പരിസരത്തേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ചാണ്ടിയുടെ ഒരു പ്രശ്നം. മാത്രമല്ല പറഞ്ഞ ആളുകളുടെ ആരെയും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അമൽ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇതൊന്നും അത്ഭുതമുള്ള ഒരു കാര്യമേ അല്ല. പക്ഷേ അതേസമയം ഈ പറയുന്ന പേരുകൾ, പലരുടെയും പേരുകൾ പലരും പ്രപ്പോസ് ചെയ്തു. അതൊന്നും ഈ പട്ടികയിലേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒക്കെ ഉള്ള അമർഷങ്ങൾ പലരും കാട്ടുകയും ചെയ്യും.